റൂമിൽ ഇരുന്ന് മാളുവിന് മടുത്തു തുടങ്ങിയിരുന്നു. പനി മാറിയെങ്കിലും പുറത്തേക്കിറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. പനിയല്ലേ, ഇത്തിരി റൊമാൻസ് നടത്താം എന്നുള്ള തൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും വെള്ളം ഒഴിച്ച് കെടുത്തിയിട്ട് അപ്പോൾ മുതൽ തുടങ്ങിയ ജോലിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൂട് നോക്കും. കട്ടിലിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്നൊരു ഓർഡറും. അമ്മക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടുവേദന ആണ്, അല്ലെങ്കിൽ അമ്മയെങ്കിലും വിളിച്ച് കൂടെ ഇരുത്താമായിരുന്നു. ഷടാ, ഇന്ന് ഓഫീസിൽ പോയിരുന്നെങ്കിൽ താഴെ ചെന്ന് അമ്മയുടെ കൂടെ ഇരിക്കാമായിരുന്നു. മണി 11 പോകുന്നില്ലേ ആവോ? ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗതം. അതെ, ഓഫീസിൽ പോകുന്നില്ലേ? ഒടുവിൽ സഹിക്കട്ട് അവൾ ചോദിച്ചു. ഞാൻ ഓഫീസിൽ പോയിട്ടെന്താ, നിനക്കെന്താ കാര്യം? അവൻ കണ്ണു കൂർപ്പിച്ചു. എനിക്കെന്ത്, പുതിയ പ്രൊജക്റ്റ് നടക്കുമല്ലേ, അപ്പോൾ ഞാൻ കാരണം കമ്പനിക്കൊരു നഷ്ടം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. അവൾ പരമാവധി നിഷ്കളങ്ക വിരുത്തി പറഞ്ഞു. അവളുടെ ഉദ്ദേശം ഗൗതമിന് മനസ്സിലായിരുന്നു. എൻ്റെ കമ്പനിയല്ലേ, നഷ്ടമുണ്ടായാലും ഞാൻ സഹിച്ചു. എന്നോട് സംസാരിക്കാൻ അവിടെ പറഞ്ഞ് അവൻ കണ്ണുരുട്ടി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് ബോറടിച്ച് വട്ടാകുന്നു. ഒന്നുകിൽ എന്നെ താഴെ പോകാൻ സമ്മതിക്ക്, അല്ലെങ്കിൽ എന്നെ ബോറടി മാറ്റാൻ എന്തെങ്കിലും ചെയ്യും. അവൾ പിണക്കത്തോടെ കൈകൾ കെട്ടി. അതൊക്കെ അനുസരണക്കേട് കാണിക്കുമ്പോൾ ആലോചിക്കണം. മര്യാദക്ക് അടങ്ങിക്കിടന്നില്ല എങ്കിൽ അടുത്ത ദിവസവും ഇത് തന്നെ ആയിരിക്കും. അവൻ വീണ്ടും ജോലിയിൽ മുഴുകി. എങ്കിൽ എൻ്റെ ഫോൺ എങ്കിലും താ, കഷ്ടമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ലേ, പനിയുള്ളപ്പോൾ ഫോൺ ഉപയോഗിച്ചാൽ തലവേദന എടുക്കും. മിണ്ടാതെ കിടന്നോണം അവിടെ. വേണേൽ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കോ. ഞാൻ കൊറോണ നിരീക്ഷണത്തിൽ ഒന്നുമല്ല എന്നെ ഇങ്ങനെ റൂം ക്വാറന്റൈനിൽ ഇരുത്താൻ. അവൻ കേൾക്കാത്ത രീതിയിൽ പതുക്കെ പറഞ്ഞു. അവളുടെ പ്രാർത്ഥന കേട്ടിട്ടോ എന്തോ ഗൗതമിൻ്റെ ഫോൺ ബെല്ലടിച്ചു. മാളുവിൻ്റെ മുഖം തെളിഞ്ഞു. ഭഗവാനെ, ഓഫീസിൽ നിന്നുമായിരിക്കണം, അത്യാവശ്യമായിട്ട് വരാൻ പറയണേ. അവളെ മുഖത്തെ ആകാംക്ഷ അവൾ ഒന്നും പറയാതെ തന്നെ എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കിയിട്ട് ഗൗതം കാൾ അറ്റൻഡ് ചെയ്തു. എന്താ പ്രിയ, ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ? പ്രിയയുടെ പേര് കേട്ടത് മാളുവിൻ്റെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ കടന്നുപോയി. ഭഗവാനെ, പുട്ടിയായിരുന്നു. ദേ, നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ തിരിച്ചെടുത്തോ? എന്തു വന്നാലും ഓഫീസിലേക്ക് പോകല്ലേ? അവൾ വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവളുടെ ഭാവങ്ങളൊക്കെ ഗൗതമിൻ്റെ മിഴികൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. എപ്പോഴോ ഓഫീസിലേക്കോ? അവൾ മാളുവിനോട് കണ്ണിട്ട് നോക്കി. പോകല്ലേ എന്ന് അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ട്. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. പ്രിയ, താൻ ഒരു കാര്യം ചെയ്യുക, അതൊന്നും സ്കാൻ ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്യുക. ഞാൻ നോക്കിക്കൊള്ളാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നന്ദനോട് പറഞ്ഞാൽ മതി. അവൻ്റെ ആ മറുപടി പ്രതീക്ഷിക്കാണ്ടാകാം. പ്രിയ അപ്പോൾ തന്നെ കാൾ കട്ട് ചെയ്തു. മാളു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഏട്ടന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ പൊട്ടി അങ്ങനെ ഇപ്പോൾ സന്തോഷിക്കണ്ട. ആദ്യമൊക്കെ വല്ലാത്ത മടുപ്പും വിരസതയും ആയിരുന്നു, എങ്കിലും മെല്ലെ ഈ പനിക്കാലത്തെ അവളും സ്നേഹിച്ചു തുടങ്ങി. കാരണം മറ്റാരുമല്ല, ഗൗതം തന്നെ. ആദ്യമൊക്കെ ഒന്നും മിണ്ടാതെ ജോലിയിൽ മുഴുകിയിരുന്നെങ്കിലും അവളിൽ മടുപ്പ് തിരിച്ചറിഞ്ഞു. എല്ലാ ജോലിയും മാറ്റിവെച്ച് അവൾക്ക് കൂട്ടിയിരുന്നു. ആദ്യമൊക്കെ അവളുടെ വാക്കുകൾക്ക് വെറുമൊരു കേൾവിക്കാരൻ മാത്രം ആയിരുന്നെങ്കിൽ പതിയെ അവന് മനസ്സ് തുറക്കാൻ തുടങ്ങി. മാളു അറിവുണ്ടായിരുന്നു ഗൗതത്തെ. അവൻ്റെ വാക്കുകളിലൂടെ ബാല്യവും കൗമാരവും സൗഹൃദമെല്ലാം സംഭാഷണത്തിൽ കടന്നുവന്നു. എങ്കിൽ ഒരിക്കൽ പോലും മനുവേട്ടൻ്റെ ആ ഓർമ്മകൾ ഇല്ല എന്നുള്ളത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അടുത്ത ദിവസം ഓഫീസിൽ പോകാനുള്ള അനുവാദം ഒരുപാട് കഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചെടുത്തത്. അവിടെയും ഇവിടെയുമായി നടക്കില്ലെന്ന്, സ്വന്തം സീറ്റിൽ ഇരുന്നുള്ള ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നും അങ്ങനെ ഉറപ്പുകൾ കുറെ കൊടുക്കേണ്ടി വന്നു. സ്കൂട്ടി ഓടിക്കൽ എന്ന തൽക്കാലത്തേക്ക് ഒരു സ്വപ്നം മാത്രമായി. ഗൗതമിൻ്റെ കൂടെ വന്നിറങ്ങുന്ന മാളുവിനെ കണ്ടപ്പോൾ പ്രിയയുടെ മുഖം ഇരുണ്ടുകൂടി. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരിയുടെ മുഖാവരണം അവൾ എടുത്തണിഞ്ഞു. ഗൗതം ക്യാബിനിലേക്ക് പോയതും അവൾ മാളുവിൻ്റെ അരികിൽ എത്തി. പനിയൊക്കെ മാറിയോ മാളുവിക? അവളുടെ സ്വരത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞു. എങ്കിലും മറുപടി ഒരു ചിരിയിൽ ഒതുക്കി മാളു. എന്തായാലും താൻ ആള് കൊള്ളാം. പനിയാണെന്നും പറഞ്ഞ് ഗൗതമിനെയും കൂട്ടി വീട്ടിൽ പിടിച്ചു വച്ചല്ലേ? എത്ര പ്രധാനപ്പെട്ട മീറ്റിംഗാണ് അവസാന നിമിഷം ക്യാൻസലാക്കിയതെന്നറിയാമോ? ഞാനും നന്ദനും ഒരു വിധമാണ് അവരെ പറഞ്ഞു സമാധാനിപ്പിച്ചത്. അല്ലായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ്. പ്രിയ കൗശലം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. മാളുവിൻ്റെ തല കുനിഞ്ഞു. ശരിയാണ്, തൻ്റെ ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൻ്റെ ഫലം. പ്രിയയുടെ ചുണ്ടുകൾ വിടർന്ന വിജയത്തിൻ്റെ ചിരിയെ പൂർണ്ണമായും മാറ്റാൻ ശേഷിയുള്ളതായിരുന്നു മാളുവിൻ്റെ അടുത്ത വാക്കുകൾ. എന്ത് ചെയ്യാനാ മാഡം, ഈ ഏട്ടൻ പറഞ്ഞാൽ കേൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ. മീറ്റിംഗ് ഉണ്ട്, എമർജൻസി അല്ല എന്നൊക്കെ. ഉടനെ എന്നോട് പറയുക, നിന്നേക്കാൾ വലുതല്ല എനിക്ക് കമ്പനി എന്ന്. പിന്നെ ഞാൻ എന്താ ചെയ്യുക? അവൾ താടിക്ക് കൈകൊടുത്തു പറഞ്ഞു. പ്രിയയുടെ മുഖം വീർത്തു. ഇപ്പോൾ പൊട്ടും പോലെയായി. പനി പകരും എന്ന് പറഞ്ഞപ്പോലും അടുത്തു നിന്നും പോകില്ലെന്നേ. കെട്ടിപ്പിടിച്ച് ഒറ്റ കിടപ്പ. നമ്മളിനി പനിച്ചൂടിൽ തണുത്ത് വിറക്കുമ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ചു കിടക്കണം എൻ്റെ സാറേ? അവൾ നാണം കലർന്ന ഭാവത്തോടെ പ്രിയയെ നോക്കി. പെട്ടെന്ന് നല്ല മുഖത്ത് വിഷമം വരുത്തി. അല്ല, ഞാനിതൊക്കെ മാഡത്തിനോട് പറഞ്ഞിട്ടെന്താ? മാഡത്തിന് അങ്ങനെ ആരുമില്ലല്ലോ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കേട്ടോ മാഡത്തിന് വേണ്ടി. പ്രിയക്ക് മാളുവിനെ കൊള്ളാനുള്ള ദേഷ്യം തോന്നി. ഒരിക്കലും ഇത്തരത്തിലൊരു മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ദാ നോക്ക്. അപ്പോഴേക്കും വിളി വന്നു. എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഡിസ്പ്ലേയിൽ പേര് കണ്ടതും പ്രിയ ചിരിച്ചു. ഈ പറഞ്ഞതൊക്കെ സത്യമായതുകൊണ്ടായിരിക്കും ചെകുത്താനെന്ന്
സേവ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓ അതും ഏട്ടൻ്റെ പണിയാണെന്നേ. എന്നെ കണ്ടാൽ മാലാഖയെ പോലെ ഉണ്ട് പോലും. മാലാഖ സ്നേഹിച്ചത് ചെകുത്താനെ ആണല്ലോ. കേട്ടിട്ടില്ലേ? ചെകുത്താനെ സ്നേഹിച്ച മാലാഖ. മാഡത്തിന് തോന്നിയോ ഞാൻ മാലാഖ ആണെന്ന്? പെട്ടെന്നുള്ള ചോദ്യത്തിലൊരു നിമിഷം ഒന്ന് പതറിയെങ്കിലും മാളു ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കമായ സ്വരത്തിൽ പറഞ്ഞു. ഫോൺ വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചിട്ട് അവൾ ഗൗതമിൻ്റെ കേബിനിലേക്ക് നടന്നു. മാളു പോയ വയ്യെ നോക്കി നിന്നു പ്രിയ കുറച്ചു നേരം. പിന്നീട് അവളിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ലാസ്റ്റ് വിളിച്ച നമ്പറിലേക്ക് തിരികെ വിളിച്ചു. ഈ സന്തോഷം കുറച്ച് ദിവസം കൂടിയേ നിന്റെ മുഖത്ത് കാണൂ മാളവിക. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും തുറന്നു പറഞ്ഞില്ലെങ്കിലും മാളു തനിക്കാരാണെന്ന് ഗൗതമിൻ്റെ ഓരോ പ്രവൃത്തിയും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും ആദ്യത്തെ വായിൽ വെക്കുന്നതിന് മുമ്പ് അവളോട് ചോദിക്കും കഴിച്ചോ എന്ന്. ഇഷ്ടമാണെന്ന് 100 വട്ടം പറയുന്നതിനേക്കാൾ മനസ്സ് നിൽക്കും ഓരോ തവണയും കഴിക്കുന്നതിന് മുമ്പ് നീ കഴിച്ചോ എന്നുള്ള ആ ചോദ്യം. പലപ്പോഴും ഇല്ലെന്നായിരിക്കും മറുപടി. അപ്പോഴൊക്കെ കേബിനിലേക്ക് വിളിപ്പിച്ചു സ്നേഹം കലർന്ന ശാസനയോടെ കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ അവനിലെ ഓരോ അണുവിലും പ്രണയം തുളുമ്പി നിൽക്കുന്നത് പോലെ തോന്നും. കഴിഞ്ഞ 2 ദിവസമായി ഗൗതമല്ലാത്ത ടെൻഷനിലായിരുന്നു എന്നും അവൾ ശ്രദ്ധിച്ചു. രാത്രി മുറിയിലേക്ക് വന്നപ്പോഴും അവൻ കട്ടിലിൽ ചാരി കണ്ണടച്ചു കിടക്കുകയായിരുന്നു. ചോദിക്കണോ വേണ്ടേ എന്നൊരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. ഏട്ടാ എന്താ പറ്റിയേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിമാറാൻ ശ്രമിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല. ഒന്നുമില്ലടി, നാളത്തെ മീറ്റിങ്ങിന് ഒരു ചെറിയ ടെൻഷൻ. ഇന്നലെ നിന്നെ ഒരു പ്രസൻറ്റേഷൻ കാണിച്ചില്ല. നിന്റെ മീറ്റിംഗ് സക്സസ് ആയാൽ നമ്മുടെ കമ്പനിക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ് ആകും അത്. കൺസ്ട്രക്ഷൻ രംഗത്തേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടപ്പ്. ഇതിലിപ്പോൾ എന്താ എത്ര ടെൻഷൻ അടിക്കാൻ? ഇങ്ങനെ എത്ര അവസരങ്ങൾ വരാറുണ്ട്. ഇതെങ്ങനെയല്ല മാളോ, ഇതിൽ ഞാൻ മറ്റാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എൻ്റെ മാത്രം ഐഡിയയും പ്ലാനുകളുമാണ് അതിൻ്റെ ഒരു ടെൻഷനും ആകാംക്ഷയും. എന്നെ കൂടാതെ നീ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അത് കാര്യമാക്കേണ്ട സമയം കുറേ ആയില്ല അല്ലേ? കിടക്കാം. അവളോട് മനസ്സ് തുറന്നപ്പോൾ അവന് ചെറിയ ആശ്വാസം തോന്നി. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന നെഞ്ചടിപ്പ് അവൻ്റെ ടെൻഷൻ അവൾക്ക് ഒഴിവാക്കി കൊടുത്തു. എത്രയൊക്കെ സമാധാനിപ്പിച്ചാലും നാളത്തെ മീറ്റിംഗ് കഴിയാതെ അത് മാറില്ല എന്ന് അവൾക്കുറപ്പായിരുന്നു. പിറ്റേന്ന് മീറ്റിംഗ് ഹാളിലെത്താൻ ഗൗതമിനേക്കാൾ തുടക്കമായിരുന്നു മാളുവിന്. മീറ്റിംഗ് ഹാളിൽ ഇരിക്കുമ്പോൾ ഗൗതമിന് വല്ലാത്ത ടെൻഷൻ തോന്നി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ഓരോരുത്തരും അവരുടെ പ്രസൻറ്റേഷനുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. തനിക്ക് തൊട്ടു മുമ്പുള്ള ആളിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടതും ഗൗതമിന് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതായി തോന്നി. തൻ്റെ അതേ പ്ലാനുകളും ബഡ്ജറ്റും ഡിസൈനിലും നിറത്തിലും മാത്രം അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിച്ചേർത്ത ഭാഗങ്ങൾ ഒഴികെ തൻ്റെ പ്രസൻറ്റേഷൻ നേരെ കാണുമ്പോൾ അവനാകെ തലപൊയ്ക്കും പോലെ തോന്നി. 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളിലേക്ക് അവൻ്റെ മനസ്സവനെ കൂട്ടിക്കൊണ്ടുപോയി. താൻ കഷ്ടപ്പെട്ട് ചെയ്ത പ്രൊജക്റ്റ് ചെറിയ രൂപമാറ്റം വരുത്തിയ ദർശൻ അവതരിപ്പിച്ച ദിവസം, കൂടെ നിന്ന മനീഷിനെ തിരിച്ചറിഞ്ഞ ദിവസം, എല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി. മാളവും നടുക്കത്തോടെയാണ് അത് കണ്ടു നിന്നത്. തന്നെ ഗൗതം കാണിച്ച അതേ പ്ലാൻ. ഗൗതമിനെ നോക്കിയപ്പോൾ അവളെ തന്നെ പകപ്പോടെ നിൽക്കുന്നുണ്ടായിരുന്നു. തന്നിൽ തന്നെ ആദ്യം ദൃഷ്ടിയുറപ്പിച്ച എനിക്കേറെ പ്രിയപ്പെട്ട കണ്ണുകൾ നിർവികാരത്തിൽ നീലക്കുന്നവൾ നടുക്കത്തോടെ കണ്ടു നിന്നു. എന്താണ് ശരി, എന്താണ് തെറ്റിയതെന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു ഗൗതം. കഴിഞ്ഞ കുറച്ചു നാളുകളായി താൻ കഷ്ടപ്പെട്ട് നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ ഒരു ചില്ലു കൊട്ടാരം പോലെ തകർന്നു വീഴുന്ന അവസ്ഥ സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവന്. എല്ലാത്തിൽ നിന്നും ഓടിക്കളിക്കാൻ തോന്നി. കുറച്ചു സമയം വേണം മനസ്സിന് ശാന്തമാക്കാൻ. ഇനിയും ഈ മീറ്റിംഗ് ഹാളിൽ തുടരാൻ അവന് കഴിയുമായിരുന്നില്ല. അവിടെ കൂടിയിരിക്കുന്നവരുടെ ക്ഷമ ചോദിച്ചവൻ പുറത്തിറക്കുറങ്ങുമ്പോൾ മാൾ ഓടരികിൽ എത്തിയിരുന്നു. ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഗൗതം അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ നന്ദനെ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ. വീണ്ടും എന്തെങ്കിലും പറയാൻ അവൾക്കൊരവസരം പോലും നൽകാതെ അവൻ ആ കൈകൾ എടുത്തു മാറ്റി കാറിൽ കയറി. കണ്ണുനീർ ഉടഞ്ഞുകൂടി അവളുടെ കാഴ്ചയെ മറക്കുന്നുണ്ടായിരുന്നു. ഗൗതമിൻ്റെ കാർ കണ്ണിൽ നിന്നും അകലുന്നത് കാണെ അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അകന്നു പോകുന്നത് തൻ്റെ ജീവിതത്തിൽ നിന്നും കൂടിയാണോ എന്ന് തോന്നി അവൾക്ക്. എന്ത് പറഞ്ഞാണ് തൻ്റെ നിരഭാഗ്യത്തെ തെളിയിക്കുക? മറ്റാരെയും ആ പ്രസൻറ്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടല്ലേ? എന്നിട്ടിപ്പോൾ അവൾക്കാകെ ശ്വാസം മുട്ടും പോലെ തോന്നി. 4 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏട്ടൻ്റെ കാരണം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഗൗതമേട്ടൻ. അന്നൊരു വർഷത്തിലൂടെ 4 വിട്ട് നിൽക്കേണ്ടി വന്നു ആ മുറിവുണങ്ങാൻ. ഇപ്പോൾ താൻ കാരണമാണെന്ന് ചിന്തിക്കുമ്പോൾ അവൾക്കാകെ ഭ്രാന്തി പിടിക്കും പോലെ തോന്നി. കയ്യെത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ സ്വപ്നം ഒക്കെ ആര് തട്ടിയെടുത്തതുപോലെ അവൾ ഫോണെടുത്ത് വിറക്കുന്ന കൈകളോടെ നന്ദൻ്റെ നമ്പർ ഡയൽ ചെയ്തു. നന്ദന് മാത്രമേ തന്നെ അവസ്ഥയിൽ സഹായിക്കാൻ പറ്റൂ എന്ന് അവൾക്കുറപ്പായിരുന്നു. നന്ദൻ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാളുവിൻ്റെ കാൾ വരുന്നത്. എന്താണ് മാളൂസ്, നിന്റെ ചെകുത്താൻ പ്രൊജക്റ്റ് കിട്ടിയോ? കാളെടുത്തുടനെ ചിരിയോടെ നന്ദൻ ചോദിച്ചു. മറുപടിയായി എങ്ങനെടുക്കുന്ന മാളുവിൻ്റെ ശബ്ദമാണ് മറുവശത്തു നിന്നും കേൾക്കുന്നത്. മാളു എന്താ മോളെ, എന്തിനാ കരയുന്നേ? മറുവശത്തു നിന്നും അവൻ പറഞ്ഞ മറുപടി കേട്ട് നന്ദന് ഗൗതമിൻ്റെ മാനസികാവസ്ഥ ഊഹിക്കാൻ കഴിയുന്നതായിരുന്നു. ഗൗതം മാളുവിനെ സംശയിച്ചു കാണുമോ എന്നൊരു ഭയം അവൻ്റെ മനസ്സിൽ മുളയെടുത്തു. മാളു നീ കരയാതെ, ഞാൻ നോക്കിക്കോളാം അവനെ. അവിടെ തന്നെ നിൽക്കുന്നത്, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. അവൻ പെട്ടെന്ന് സീറ്റിൽ നിന്നും എണീറ്റ് ബൈക്കിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. കടൽ തീരത്തണൽ ഇരിക്കുകയായിരുന്നു ഗൗതം. അലയടിക്കുന്ന കടൽ പോലെ.
പ്രക്ഷുബ്ധമാണ് മനസ്സ്. എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കൂടെ നടന്ന ഒരാൾ തന്നെയാണ് ചതിച്ചിരിക്കുന്നത്. അരികിൽ ഒരു കാൽ ഒരു മാറ്റം കേട്ട് തലയുയർത്തി നോക്കി. നന്ദനാണ്. കുറച്ചേറെ നേരം രണ്ടാളും മൗനമായി കടലിലേക്ക് നോക്കിയിരുന്നു. മൗളവാണിത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? തുടക്കം കുറിച്ചത് നന്ദനായിരുന്നു. അവൻ്റെ ചോദ്യം ഗൗതമിൽ ചിരിയാണ് നിർത്തിയത്. മറ്റാരും സംശയിച്ചാലും മാളവനെ ഞാൻ സംശയിക്കില്ലടോ. യാതൊരു പ്രതീക്ഷയും കൊടുക്കാതിരുന്നിട്ടും അത്രത്തോളം അവഗണിച്ചിട്ടും കഴിഞ്ഞ 8 വർഷം എന്നെ സ്നേഹിച്ചത് അവളെ സംശയിച്ചാൽ പിന്നെ ഗൗതം ഇല്ല. പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൻ്റെ. പിന്നെ എന്തിനാ ഈ ഒഴിഞ്ഞുമാറൽ? എത്ര തവണ അവൾ എന്നെ വിളിച്ചെന്നറിയുമോ? ഗൗതം ചിരിച്ചതേ ഉള്ളൂ. പിന്നെ മണലിൽ നിന്നും എണീറ്റു. നീ വാ, നമുക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ട്. നന്ദൻ എതിർത്ത് പറയാൻ തുടങ്ങിയെങ്കിലും കേൾക്കാതെ ഗൗതം അപ്പോഴേക്കും കാറിൽ കയറിയിരുന്നു. തനിക്ക് ലഭിച്ച വാർത്ത അറിഞ്ഞ് സന്തോഷത്തിലായിരുന്നു പ്രിയ. ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണും പ്രിയ ആരാണെന്ന്. ഗൗതം ഇനി തിരിഞ്ഞു പോലും നോക്കില്ല. മാളവിക, അവന് ഈ ലോകത്തിൽ ക്ഷമിക്കാൻ പറ്റാത്തൊന്ന് മാത്രമേ ഉള്ളൂ, ചതി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. പ്രിയ ആരോടൊന്നില്ലാതെ പറഞ്ഞു. മാഡം, ഗൗതം സാർ വിളിക്കുന്നു. മാഡത്തിനോട് ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്യൂൺ വന്ന് പറഞ്ഞപ്പോഴാണ് ഗൗതം ഓഫീസിൽ ഉണ്ടെന്ന് അറിയുന്നത്. ഗൗതം എപ്പോഴാണ് വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗതം, താൻ എപ്പോഴാണ് വന്നത്? ഡോർ തുറന്നകത്തേക്ക് കയറുമ്പോൾ നന്ദനം ഉണ്ടായിരുന്നു അകത്ത്. രണ്ടുപേരുടെയും മുഖത്ത് പതിവില്ലാത്ത ഗൗരവം. ഗൗതമിൻ്റെ മുഖത്തെ ഗൗരവം മാളവിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ചതി കാരണമാണെന്ന് തോന്നി പ്രിയക്ക്. ഐ എം സോറി ഗൗതം, പ്രൊജക്റ്റ് നഷ്ടമായി എന്ന് ഞാൻ അറിഞ്ഞു. എന്താ സംഭവിച്ചത്? താൻ എത്ര കഷ്ടപ്പെട്ടത് അതിനു വേണ്ടി? പരമാവധി ദുഃഖം മുഖത്ത് വരുത്തി അവൾ പറഞ്ഞു. അപ്പോൾ നിനക്കറിയാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. എന്നിട്ടാണ് നീ പണി കാണിച്ചതല്ലേ ഗൗതം? ഗൗതം ടേബിൾ ആഞ്ഞടിച്ചുകൊണ്ട് അലറി. പ്രിയ നെട്ടിച്ച് തിരിച്ചെറിഞ്ഞു പോയി. ഞാനോ? നീ എന്ത് ഭ്രാന്ത ഗൗതം ഈ പറയുന്നത്? എനിക്കതിൻ്റെ ആവശ്യം എന്താ? പ്രിയയുടെ നെറ്റി വിയർപ്പ് തുണികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ഗൗതം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഭയം അവളിൽ നിറഞ്ഞു. അപ്പോൾ നീ അല്ലേ നിന്നെ? പിന്നെ ഇതെന്താടി? ഗൗതം മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പ് അവൾക്ക് നേരെ തിരിച്ചു വെച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ CCTV ദൃശ്യങ്ങളായിരുന്നു അത്. കേബിനിൽ ആരുമില്ലാത്ത സമയം പ്രിയ ഉള്ളിലേക്ക് വരുന്നു. പിന്നീട് അവളുടെ കയ്യിൽ കരുതിയ ബൾബ് റൂമിലുള്ളതായി മാറ്റുകയാണ്. മാറ്റിക്കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ നന്ദൻ കയറി വരുന്നത്. നന്ദനെ കണ്ടുകൊണ്ടിന് ബൾബ് പിന്നിലേക്കാക്കി പിടിക്കുന്നത് വ്യക്തമായി കാണാം. ഇനിയും നിഷേധിക്കാൻ തോന്നുന്നുണ്ടോടി? ഗൗതമിൻ്റെ ഉച്ച ഉയർന്നു. പ്രിയ തല കുനിച്ചതേ ഉള്ളൂ. ഇത് നീ മാളവിനോട് വെച്ചതാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം. ബൾബിൽ കൂടി ചാർജ് ആകുന്ന ക്യാമറ ആയതുകൊണ്ട് പ്രത്യേകം ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു മാറ്റേണ്ടതില്ല. ഈ ഒരൊറ്റ തെളിവ് മതി എനിക്ക് നിന്നെ ജയിലിൽ അയക്കാൻ. പ്രിയ ഞെട്ടി ഗൗതമിനെ നോക്കി. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നെ ഓർത്തിട്ടല്ല, നിന്റെ അച്ഛനെ ഓർത്ത്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം, അതുകൊണ്ട് മാത്രം. പക്ഷെ നിന്നെ വെറുതെ വിടാനും മാത്രം വിശാല മനസ്സൊന്നും ഗൗതമിനില്ല. അവൻ കൈനീട്ടി അവളുടെ കവിളിൽ തന്നെ വെള്ളത്തിന് കൊടുത്തു. തല കറങ്ങുന്നത് പോലെ തോന്നി പ്രിയ. കവിളം പൊത്തിപ്പിടിച്ചവൾ നിറക്കണ്ണുകളാൽ അവനെ നോക്കി. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ? ഇനിയും എൻ്റെ കൺമുന്നിൽ കണ്ട ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല ഗൗതം പ്രതികരിക്കുക. ഇന്നത്തോടെ അവസാനിച്ച് ഒന്നിച്ചുള്ള ബിസിനസ്സും പ്രൊജക്റ്റും എല്ലാം ഉറപ്പ് തോന്നുവാടി നിന്നോടിപ്പോൾ. ഗൗതമിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനാകെ പിടിച്ചുലച്ചു കളഞ്ഞു. ഗൗതമിൻ്റെയും നന്ദൻ്റെയും കണ്ണുകളിൽ അവജ്ഞയും ഉറപ്പും. അവരുടെ ഉള്ളിൽ താൻ ആരാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിലേറെ അവളെ വേദനിപ്പിച്ച അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് വരെ അവൻ തന്നെ വേദനിപ്പിച്ചില്ലാത്ത അച്ഛൻ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നാണ് വളർത്തിയത് എന്നും മകളെക്കുറിച്ച് അഭിമാനത്തോടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ താൻ തിരികെ കൊടുത്ത സമ്മാനം ഓർത്തപ്പോൾ ലജ്ജ കൊണ്ട് അവളുടെ ശിരസ് താഴ്ന്നു. എല്ലാം ഒരു നിമിഷത്തെ ആവശ്യത്തിൽ ചെയ്തതാണ്. പിടിക്കപ്പെടുമെന്ന് ചിന്തിച്ചിരുന്നില്ല. അല്ല, ഓർത്തിരുന്നു ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് ക്യാമറ സ്ഥാപിച്ച. അത്രയും ദിവസം മുമ്പുള്ള ദൃശ്യങ്ങളൊന്നും എടുക്കില്ല എന്ന് തോന്നി. നന്ദനാണ് എല്ലാം തകർത്തത്. അന്ന് അവനെ തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ആർക്കു വേണ്ടിയാണ് ചെയ്തത്? ആ കണ്ണുകളെ ഇപ്പോൾ തന്നോടുള്ള വെറുപ്പ് മാത്രമേ കാണാനുള്ളൂ. ഒന്നും വേണ്ടായിരുന്നു. ഒരു നിമിഷം കൂടി അവൾ ഗൗതത്തിനെ നോക്കി നിന്നു. സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും ആ കണ്ണുകൾ തിരയുകയായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവൾ വേദനയോടെ പുഞ്ചിരിച്ചു. അതേ താൻ തോറ്റുപോയിരിക്കുന്ന അന്നേകമായി. ഗൗതം വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. അച്ഛനും അമ്മയും ചിരിച്ചുകൊണ്ട് തന്നെ പതിവ് പോലെ സ്വീകരിച്ചപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് മനസ്സിലായി. മാളവിനെ കാണാൻ മുമ്പുകയായിരുന്നു മനസ്സ്. പലതവണ അവൾ വെച്ചെങ്കിലും എടുത്തിരുന്നില്ല. എല്ലാം നേരിട്ട് പറയണമെന്ന് തോന്നി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും കാറ്റ് പോലെ എന്തോ വന്നപ്പോൾ അർദ്ധം ഒന്നിച്ചായിരുന്നു. ബാലൻസ് തെറ്റി വീഴുമ്പോൾ എന്നൊരു വേള സംശയിച്ചു. ഞാനല്ലേട്ടാ, മുറിഞ്ഞുള്ള വാക്കുകളാണ് കേട്ടത്. അത് നീയാ ചെയ്തതെന്ന് ഞാൻ എപ്പോഴാടി പറഞ്ഞേ? മാള് മുഖമുയർത്തി നോക്കുമ്പോൾ കുസൃതി ചിരിയോടെ നോക്കുന്ന ഗൗതമനെയാണ് കണ്ടത്. കരഞ്ഞു പുറത്തിരിക്കുന്ന അവളുടെ മുഖം കാണാനും നെഞ്ചിൽ ഒരു പിടച്ചിൽ തോന്നി. അവൻ്റെ ചിരി കണ്ട മാളവിൻ്റെ മുഖം മാറി. കൊടുത്തു നെഞ്ച് നോക്കിയൊരെണ്ണം തന്നെ. ദുഷ്ടൻ, പിന്നെന്തിനാ എന്നോട് സംസാരിക്കാതെ പോയത്? എന്നെ വീണ്ടും എടുക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഗൗതം ചിരിയോടെ തന്നെ അതെല്ലാം ഏറ്റുവാങ്ങി. അവളുടെ 2 കൈയിലും പിടിച്ച് തിരിച്ച് തോളിൽ മുഖം അമർത്തി. ദേഷ്യം അടങ്ങാതെ അവൾ കുതറുന്നുണ്ടായിരുന്നു. അടങ്ങി നിൽക്ക് പെണ്ണെ, മനസ്സ് കൈവിട്ടു പോകും എന്ന് ഉറപ്പുള്ള സന്ദർഭങ്ങൾ മിണ്ടാതിരിക്കണം ആളോ. പെന്നീസ് മൈറ്റർ ദാൻ വേർഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വാളിനേക്കാൾ മൂർച്ചയിൽ മുറിവുണ്ടാക്കാൻ വാക്കുകൾക്ക് കഴിയും. എന്തൊക്കെയോ മറക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഉണങ്ങാത്ത മുറി പോലെ അത് വർഷങ്ങളോളം നമ്മെ ചുട്ടു നീട്ടും. അവസ്ഥയിൽ ആയിരുന്നു എൻ്റെ മനസ്സ്. അപ്പോൾ ഞാൻ സംസാരിക്കണമെന്നാൽ അറിയാതെ ആണെങ്കിലും വാവിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. മനസ്സൊന്ന് ശാന്തമായിട്ട് വേണം നിന്നോട് സംസാരിക്കാൻ എന്ന് തോന്നി. അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിലെ കനലിനെ കൊടുത്താൻ ശേഷിയുള്ളതായിരുന്നു. എതിർപ്പുകൾ ഒന്നും ഇല്ലാതെ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ താടി രോമങ്ങൾ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഉയർന്നു താഴ്ന്നവളുടെ ശ്വാസോച്ഛ്വാസം അവൻ്റെ ഉള്ളിലും വേലിയേറ്റം സൃഷ്ടിച്ചു. തിരിച്ചു നിർത്തി. അനുവാദം കൂടാതെ തന്നെ
ശ്വാസം കവർന്നെടുക്കുമ്പോൾ അവൻ്റെ കൈകൾ അരക്കെട്ടിൽ മുറുകിയിരുന്നു.